നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുത്തശ്ശി ഒന്ന് നിന്നേ മുത്തശ്ശി. മുത്തശ്ശി മുത്തശ്ശി എപ്പോഴാ വന്നേ? എന്തിനാ ഈ പടി കയറി വന്നേ? ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഒരു പ്രശ്നമുണ്ട് കുഞ്ഞെ. കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുത്തശ്ശി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. മുത്തശ്ശി മോളെ, ഇതേ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച ചരട. ഇനി എന്റെ മോൾക്ക് ഒരു ദൃഷ്ടിദോഷവും ശത്രുദോഷവും ഉണ്ടാവില്ല. ദേവിയെ അത്രയ്ക്ക് ശക്തിയുള്ളതാ. ഓ, ഞാൻ വിചാരിച്ചു മുത്തശ്ശിയുടെ സ്വനഗ്രാഹി യന്ത്രമൊക്കെ അടിച്ചു പോയെന്ന്. മോൾക്കറിയോ, ഉത്തമനായ ഒരു പൂജാരി മന്ത്രോച്ചാരണത്തിലൂടെ ചരട് ജപിച്ചു തരുമ്പോ ആ ചരടിനെ ശക്തിയും ചൈതന്യവും എല്ലാം കൈവരും. അത് കയ്യിൽ വെച്ച് ഉരിയാടാതെ വളരെ നിഷ്ഠയോടെ വേണം കെട്ടിക്കൊടുക്കാൻ. അല്ല, രൂപേഷ് മോൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി. ആ മോളെ, ഇന്നല്ലേ മോൾ എടുക്കുന്ന വ്രതത്തിന്റെ അവസാന ദിവസം. രൂപേഷ് മോൻ ഇന്നത്തെ ദിവസം കൂടി വ്രതത്തിൽ തന്നെ കഴിച്ചു കൂട്ടുവെന്നാ എന്റെ സംശയം. ഗുരുവായൂർ കണ്ണനോട് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഗുരുവായൂരപ്പൻ എന്റെ മക്കളെ കൈവിടില്ല. നിങ്ങൾക്ക് നല്ലതേ വരൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ആരും അറിഞ്ഞിട്ടില്ല. സുമംഗല പോലും അറിഞ്ഞിട്ടില്ല. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോളെ. എനിക്കാണെങ്കിൽ മുറി പോയി ഒന്ന് വിശ്രമിക്കണം. പറ്റുമെങ്കിലേ മടങ്ങും നേരം എനിക്ക് മൂകാംബികയിൽ പോയി ഒന്ന് തൊഴണം. മുത്തശ്ശിയുടെ കാലുവേദനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഒന്നും പറയണ്ട മോളെ, ഒരു കാര്യവും ഇല്ല. അതൊക്കെ ഞാൻ ചാവുമ്പോഴേ തീരത്തുള്ളൂ. മുത്തശ്ശി, നീ വന്നോടെ മക്കളെ. മക്കളെ, ഇനി മുത്തശ്ശി ഒന്ന് കിടക്കട്ടെ. വയ്യ. ബാ മണിയപ്പ, ബാഗ് എടുത്തോ. അതൊക്കെ ഞാൻ എടുത്തോളാം. മുത്തശ്ശി നടന്നോ. ഗിരിജ ഇതെവിടെ പോയി? ചോദിച്ചിട്ടാണെങ്കിൽ ആരും ഒന്നും പറയുന്നുമില്ല. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. രാവിലെ തന്നെ ഗിരിജയുടെ ഫോണ് സ്വിച്ച് ഓഫ്. ഗിരിജ എവിടെയെന്ന് പവിത്രേട്ടനോട് ചോദിച്ചപ്പോ മറുപടി പറയാതെ പോയി. ശ്രേയയോട് ചോദിച്ചപ്പോ അമ്മ എവിടെ പോയെന്ന് അറിയില്ലാത്രേ. ഇതിലെന്തോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഗിരിജ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. രഞ്ജിനി, നീ രാജിയെ കണ്ടോ? അടുക്കളയിലില്ലേ? ഇല്ല, അവിടെയൊന്നും കണ്ടില്ല. ആ ഗുരുക്കളുടെ പച്ചക്കറി കടയിലൊന്ന് പോണമായിരുന്നു. മുത്തശ്ശി എത്തിയിട്ടുണ്ട്. മുത്തശ്ശി വന്നോ? വലിയൊരു യാത്ര കഴിഞ്ഞിട്ടുള്ള വരവാ. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതെന്താ ഇപ്പോ ഒരു വരവ്?
ഓ ഇവിടെ ദർശന വ്രതം എടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. അതിന് ഇന്ന് വ്രതം തീരുകയാണല്ലോ. എന്തായാലും ഇന്ന് രൂപേഷ് വ്രതം മുടക്കും, അതെനിക്ക് ഉറപ്പാ. വ്രതം എടുക്കുന്നത് പോലെ തന്നെ പ്രധാനവാ വ്രതം മുടക്കാതിരിക്കുന്നതും. ഈ അവസാന ദിവസത്തെ പൂർണ്ണ ഉപവാസം എടുക്കാനുള്ള മനോബലമൊന്നും നമ്മുടെ രൂപേഷിനില്ല. രൂപേഷേ ഈ വ്രതം മുടക്കിയിരിക്കും. വ്രതം മുടക്കിയതിന്റെ ശാപം ഈ തറവാടിന്റെ മുകളില് ഒരു ഇടിത്തിയായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യും. ഈശ്വര, ഇനി ഇതിന്റെ പേരില് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തോ. നീ വെറുതെ നാക്കെടുത്ത് വളയ്ക്കണ്ട. രൂപേഷ് മോനെ, ഒരു ദിവസം പോലും വ്രതം പിടിക്കില്ല എന്ന് പറഞ്ഞു നടന്നവരല്ലേ നിങ്ങളൊക്കെ? എന്നിട്ടിപ്പോ എന്തായി? ഇന്ന് 7ാമത്തെ ദിവസമായില്ലേ? രൂപേഷ് മോൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഇന്നത്തെ വ്രതവും മുടക്കാതെ പിടിക്കും. പിടിക്കും പിടിക്കും, നമുക്ക് കണ്ടറിയാം. ആ, കണ്ടറിയാം. ആ ചേച്ചി, ഗിരിജയെ കണ്ടോ? ഗിരിജ രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാ പോകുന്നുണ്ടല്ലോ. നിന്നോടൊന്നും പറഞ്ഞില്ലേ? രണ്ടെണ്ണോ ഏത് നേരവും അടയും ചക്കരയും പോലെ ആണല്ലോ നടന്നിരുന്നത്. എന്നിട്ടിപ്പ എന്താ? എവിടെ പോയിന്ന് നിന്നോട് പറയാതിരുന്നേ? എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഗിരിജ എങ്ങോട്ടായിരിക്കും പോയത്? മൊബൈൽ അടക്കം ഓഫ് ചെയ്ത് വെച്ച സ്ഥിതിക്ക് എന്തോ ആസൂത്രണം ചെയ്യാനുള്ള പദ്ധതി ആയിരിക്കും. എന്നാൽ എന്തായിരിക്കും അത്? നീ എന്താണ് ഈ കാണിക്കുന്നേ? അമ്മയാണോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു സുമംഗല അപ്പച്ചയായിരിക്കും. അവള് വിചാരിച്ച പോലെ സുമംഗല അപ്പച്ചി ആയിരിക്കുന്നു. നിന്നെ ഞാൻ ഫോൺ ഇങ്ങ് തടി. നീ എന്നെ കൊലക്ക് കൊടുക്കോടി. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, കണ്ണിലെ ഈ കുന്ത്രാണ്ട് അഴിച്ചു വെക്കുമ്പോ കഥ കടയ്ക്കണമെന്ന്. ഇതിപ്പോ വേറെ ആരെങ്കിലും കയറി വന്ന് കണ്ടിരുന്നെങ്കിൽ എല്ലാ കള്ളത്തിനും പൊളിയില്ലേ? അതിനിപ്പോ വേറെ ആരും കണ്ടില്ലല്ലോ. കണ്ടില്ല എടി, ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എടി, കള്ളത്തരം കാണിച്ചാലും അതിനോട് ഒരു മിനിമം സത്യസന്ധതയും നീതിയും ഒക്കെ പുലർത്തണം. കള്ളത്തരത്തിനോട് നീതിയും സത്യസന്ധതയും അതെ അമ്മ തന്നെ പുലർത്തിയാ മതി. എനിക്ക് സൗകര്യമില്ല. ശ്രേയേ, അമ്മ കിടന്ന് അലറണ്ട. എനിക്കിനി വയ്യ ഇതും കിട്ടിക്കൊണ്ട് നടക്കാൻ. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കിനി പറ്റില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഗാന്ധാരി പോലെ കണ്ണും കെട്ടി നടന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. നിന്റെ ഈ കെട്ടുള്ളത് കൊണ്ടാ നമ്മളാ ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ടും ചേച്ചി ക്ഷമിച്ചത്. നമ്മളല്ല, അമ്മയും ആ രഞ്ജിനിയെയും കൂടെ ചേർന്നാ ചെയ്തത്. ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കാൻ ഞാനും. എനിക്കിനി വയ്യ.